വാക്സിനുകൾ വഴി തടയാനാവുന്ന രോഗങ്ങളിൽ നിന്ന് എല്ലാ പ്രായത്തിലുള്ളവരെയും രക്ഷിക്കുന്നതിനായി വാക്സിനുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്നു മുതൽ 30 വരെ ലോക രോഗപ്രതിരോധ വാരാചരണം സംഘടിപ്പിക്കുന്നതായി IMA തലശ്ശേരി ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പസൂരി, പോളിയോ തുടങ്ങിയ മാരക രോഗങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനോ നിയന്ത്രിക്കാനോ വാക്സിനേഷൻ സഹായിച്ചിട്ടുണ്ട്. ഡിഫ്തീരിയ, ടൈറ്റനസ്, വില്ലൻ ചുമ, അഞ്ചാം പനി തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് മികച്ച സംരക്ഷണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉറപ്പു നൽകുന്നു. വാക്സിനുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കേരളം വളരെയേറെ മുന്നിലാണുള്ളത്. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനുകൾ സൗജന്യമായി നൽകുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം ആദിവാസി മേഖലയിലെ ചില കുട്ടികൾ ഒഴികെ 95% കുട്ടികളും രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് IMA പ്രസിഡന്റ് ഡോക്ടർ ജോണി സെബാസ്റ്റ്യനും സെക്രട്ടറി ഡോക്ടർ റിജ്ന ദിൽനാഥും വിശദീകരിച്ചു. ഇങ്ങനെ വിമുഖത കാട്ടുന്ന കുട്ടികളിലൂടെ ചില രോഗങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ആയതിനാൽ ശേഷിക്കുന്ന കുട്ടികളെ കൂടി കുത്തിവയ്പ്പുകൾ സ്വീകരിക്കാൻ മിഷൻ ഇന്ദ്രധനുസ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സർക്കാർ ഇടപെട്ടു വരികയാണെന്ന് ഇരുവരും പറഞ്ഞു. ഗർഭാശയകള ക്യാൻസറിന്റെ വകഭേദങ്ങൾ പ്രതിരോധിക്കാൻ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുന്ന HPV വാക്സിനേഷൻ ക്യാമ്പയിൻ മെയ് 31 വരെ തുടരും. നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ ലോക പ്രതിരോധ വാരം എന്ന് പറയുന്നത് ഏപ്രിൽ 24 മുതൽ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. ഏപ്രിൽ 30 വരെയുള്ള ആ ഒരു ടൈം പീരീഡാണ് ലോക പ്രതിരോധ വാരമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാക്സിനുകൾ വഴി തടയാവുന്ന രോഗങ്ങളിൽ നിന്ന് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് വാക്സിന്റെ ഉപയോഗം കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാക്സിൻ കൊണ്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന്. അതായത് ഇന്നത്തെ പല അസുഖങ്ങളും, പണ്ട് കാലത്തുള്ള പല അസുഖങ്ങളും ഇന്ന് നമുക്ക് കാണാൻ പോലുമില്ല. അതുപോലെ ചികിത്സിക്കാൻ സാധിക്കാതിരുന്ന പല അസുഖങ്ങളും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വാക്സിനേഷന്റെ നമ്മളുടെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നിൽ തന്നെയാണ്. അതൊരു പക്ഷേ നമ്മുടെ സാക്ഷരതയുടെ ഒരു ഫലം കൂടിയാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു അവസാനത്തെ കണക്കെടുപ്പ് പ്രകാരം 95% കുട്ടികളും പൂർണ്ണമായും വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെ അതിലൊരു ശതമാനമാണ് നമ്മൾക്ക് തീരെ വാക്സിനോട് തീരെ ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്തതും വാക്സിൻ ആ ഒരു പ്രതിരോധങ്ങൾ എടുക്കാത്തതായിട്ടുള്ള കുട്ടികളുള്ളത്. കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനിലും അതുപോലെ തന്നെ ചില പ്രത്യേക ജില്ലകളിലുമാണ് കൂടുതലായിട്ടുള്ള ഒരു വാക്സിനേഷനോട് അത്ര അധികം ആഭിമുഖ്യം കാണിക്കാത്തത്. ചിലതിൽ തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാവാം. അതുപോലെ ചിലതിൽ നമ്മൾ അത്ര ഇറങ്ങി നമുക്ക് അവർക്കിടയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത് മൂലവും ഉണ്ടാവാം. നമ്മളുടെ പസൂരി, പോളിയോ തുടങ്ങിയ മാരകമായ രോഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ തുടച്ചു നീക്കാനും ഈ വാക്സിനേഷൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ, അഞ്ചാം പനി തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് മികച്ച സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രശ്നം എന്താ വെച്ചാൽ, ഈ 1% കുട്ടികൾ എടുക്കാതെ വരുമ്പോൾ അവരിൽ ഈ രോഗങ്ങൾ രണ്ടാമത് കണ്ടുവരുമ്പോൾ ഈ പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളിൽ ചിലപ്പോൾ നമ്മളിൽ രോഗങ്ങൾ മാറ്റി നിർത്തിയ രോഗങ്ങൾ ചിലപ്പോൾ പിന്നീട് കണ്ടുവരുന്നതായിട്ട്